പുനലൂർ മുക്കടവ് ആളുകേറാമല കൊലപാതകം പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. കൊല ചെയ്യപ്പെട്ട നിലയിൽ മൃതശരീരം ലഭിച്ച് 13 ദിവസം പിന്നിട്ടിട്ടും പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ വിടണമെന്ന ആവശ്യം ശക്തമാണ്. ഒരു മനുഷ്യനെ കെട്ടിയിട്ട് കൊലപ്പെടുത്തുക, വലിയ ചങ്ങല, ഇന്ന് ആനയെ കെട്ടുന്നതിനേക്കാൾ വലിയ ചങ്ങലയിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിശയകരമായ ഒരു സംഭവമാണ്. കേരളത്തെ നടുക്കിയ വൈകൃതമായ കൊലപാതകം അതിന്റേതായ ഗൗരവത്തിൽ അന്വേഷിക്കുന്നുണ്ടോ എന്ന സംശയമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു. സെപ്റ്റംബർ 23-ാം തീയതിയാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ മലമുകളിൽ ചങ്ങലയിൽ പൂട്ടിയ നിലയിൽ മൃതശരീരം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തി 13 ദിവസം പിന്നിടുമ്പോൾ മൃതദേഹം ആരുടേതെന്ന് പോലും തിരിച്ചറിയാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇത് വളരെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ് പല ആളുകളെയും. അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ഈ മരണപ്പെട്ട ആൾ ആരാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടില്ല. 4-5 സംസ്ഥാനങ്ങളിൽ പോലീസ് വളരെ വിജിലൻ്റായ അന്വേഷണം നടത്തുന്നു. മിസ്സായവരുടെ കൂട്ടത്തിലെങ്ങും ഇത്തരത്തിലൊരാളിൻ്റെ ചിത്രമില്ല. വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതശരീരം. വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തീ വെച്ച് മുഖം വികൃതമാക്കിയിരുന്നു. മൃതശരീരത്തിന് അടുത്തുനിന്നും കീറിയ നിലയിൽ ഒരു ബാഗും അതിൽ ഒരു മിഠായിയും, കുറച്ച് നാണയത്തുട്ടുകൾ, ഒഴിഞ്ഞ കന്നാസുകുപ്പി, കത്രിക എന്നിവ കണ്ടെടുത്തിരുന്നു. സ്ത്രീയോ പുരുഷനോ എന്ന് അറിയാത്ത നിലയിലായിരുന്നു ആദ്യം മൃതദേഹം കാണപ്പെട്ടത്. പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 40-നും 50-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള മൃതശരീരമാണെന്നും ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ആളാണെന്നും മൃതശരീരത്തിന് ഏകദേശം 1.5 ആഴ്ചയോളം പഴക്കമുണ്ടെന്നും മനസ്സിലാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനയിലെ സാഹചര്യങ്ങളും അനുസരിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസിന് വലിയ പുരോഗതിയൊന്നും കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് ചെയ്തത് കൊലപാതകമാണോ, ആണെങ്കിൽ ആര്, ആ ഒരു നിഗമനത്തിലെത്താനും പോലീസിന് 2 ആഴ്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സംസ്ഥാനത്തെ ഭയപ്പാടിലെ ക്രമസമാധാന രംഗത്തെ നിരീക്ഷിക്കുന്ന ആളുകൾ, മാധ്യമങ്ങളാണ് ഇതിന് മുന്നിൽ നിൽക്കുന്ന മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ജാഗരൂകരായ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഒരു രാഷ്ട്രീയ വിഷയമാക്കാനും ആർക്കും ഉദ്ദേശമില്ല. പക്ഷേ 2 ആഴ്ച 23-ാം തീയതി കണ്ട ഈ സംഭവത്തിൽ നാളിതുവരെയായി അന്വേഷണം ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള കൊലപാതകം ആണോ എങ്കിൽ അങ്ങനെയെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ശക്തമായി നിലകൊള്ളുന്ന സാന്നിധ്യത്തിൽ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും എല്ലാം യഥാർത്ഥത്തിൽ അങ്കലാപ്പിലാണ്. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് തുടങ്ങി എല്ലാ സംഘങ്ങളും സ്ഥലത്ത് പരിശോധന നടത്തി. കൊട്ടാരക്കര റൂറൽ SP സ്ഥലം സന്ദർശിക്കുകയും പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 20-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് അന്വേഷണം തുടർന്നു വരികയുമാണ്. മൃതശരീരം കണ്ടെത്തി 10 ദിവസം പിന്നിട്ടപ്പോൾ ദക്ഷിണമേഖല DIG സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. പോലീസിന് ലഭിച്ച ചില നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അന്യസംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. നിലവിലെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും അതിഭീകരമായ നിലയിലാണ് ചങ്ങലയിൽ പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ടത്, അത് അതിന്റേതായ ഗൗരവത്തിൽ പോലീസ് എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളതിന് സംശയമുണ്ട്. കാരണം അനുബന്ധമായ പല കാര്യങ്ങളുമായി, രാഷ്ട്രീയ കാര്യങ്ങളുമായി, ശബരിമല അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരടക്കമുള്ളവർ അത്തരത്തിലേക്ക് തിരികുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ പുനലൂരിന്റെ ബോർഡറിൽപ്പെട്ട പുനലൂർ പത്തനാപുരം മണ്ഡലങ്ങളുടെ സംഗമസ്ഥാനമാണ് മുക്കടവ്. അതുകൊണ്ട് തന്നെ പുനലൂർ പത്തനാപുരം മണ്ഡലങ്ങളിലെ നേതാക്കളും പ്രവർത്തകരുമാണ് കൊലപാതകം നടന്ന സ്ഥലത്ത് നേരിട്ട് സന്ദർശനം നടത്തുകയും പ്രതികരണം നടത്തുകയും ചെയ്തത്. അന്വേഷണം കൂടുതൽ ഗൗരവമായി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.